കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ് ഒരു ലാറവൽ ഫിലമെൻറ്റ്, എന്താണ് ഒരു ലാറവൽ ഫിലമെൻറ്റ് എന്ന് പറയുന്ന പാക്കേജ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അത് എന്തിനാണ് യൂസ്ഫുൾ ആയിട്ട് വരുന്നത് എന്നുള്ളതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലാറവൽ ഫ്രെയിം വർക്കിൻ്റെ അകത്ത് എങ്ങനെ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, അതേപോലെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ലാറവലിൻ്റെ ഇത് നമ്മൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്ത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തൊട്ട് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മളിതൊരു സീരീസ് ആയിട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. ആ സീരീസ് ആയിട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെയുള്ള വീഡിയോ, ഫിലമെൻറ്റ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പോയിട്ടൊന്ന് ആദ്യം കണ്ടിട്ടതിന് ശേഷം മാത്രം ഇങ്ങോട്ടേക്ക് വരിക. ഇത് രണ്ടാമത്തെ വീഡിയോ ആണ്. ആ വീഡിയോ ഞാനിവിടെ മുകളിൽ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. അത് പോയിട്ടൊന്ന് കണ്ടതിന് ശേഷം മാത്രം വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് ലാറവലിൻ്റെ പുതിയൊരു ഫ്രഷ് ഡൗൺലോഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് laravel.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയി നേരെ അതിൻ്റെ 11th വെർഷൻ എടുക്കാം. അതിൽ ഞാൻ ചൂസ് ചെയ്യുന്ന ഇതാണ്, ഈ മെത്തേഡാണ് കമ്പോസർ വെച്ചിട്ടുള്ളത്. സോ അതെടുത്തിട്ട് ജസ്റ്റ് ഫോൾഡർ നെയിം ഒന്ന് മാറ്റി കൊടുക്കാം. നമുക്കൊരു സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ്, സ്കൂൾ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ അങ്ങനെ ഉണ്ടാക്കാം. അതായത് സ്റ്റുഡൻസ്, ടീച്ചേഴ്സ് അങ്ങനെയൊക്കെയുള്ള ലെവലിൽ പറഞ്ഞിട്ട് ജസ്റ്റ് എന്തെങ്കിലും ടോപ്പിക് ഉണ്ട് അതിന് വേണ്ടിയിട്ടുണ്ടാണ്. അപ്പോൾ സ്കൂൾ ആപ്പ് എന്നുള്ള ലെവലിൽ പറഞ്ഞിട്ട് പേര് കൊടുക്കാം. ദെൻ അതിന് ശേഷം നമുക്ക് ടെർമിനലെടുക്കാം. ടെർമിനലെടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് പുതിയൊരു ടെർമിനൽ എടുക്കട്ടെ. ഇതെടുക്കാം. ഓക്കെ, സോ ഞാൻ എൻ്റെ പ്രൊജക്റ്റിലേക്ക് പോട്ടെ. ഞാൻ ആക്ച്വലി വർക്ക് ചെയ്യുന്ന പ്രൊജക്റ്റ് ഫോൾഡർ ഇതാണ്. സോ ഇതാണ് എൻ്റെ പ്രൊജക്റ്റ് ഫോൾഡർ വരുന്നത്. സോ അവിടെ ഞാൻ ഇത് കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യുന്നു. ഒരു ലാറവലിൻ്റെ ലാറവൽ പ്രൊജക്റ്റ് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. വെയിറ്റ് ചെയ്യാം, എന്ന് ഇൻസ്റ്റാൾ ആവട്ടെ. ഓക്കെ, എല്ലാം ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. CD സ്കൂൾ ആപ്പ്, ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ പ്രൊജക്റ്റിൻ്റെ ഫോൾഡേഴ്സ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു ലാറവലിൻ്റെത്. എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. ലാറവലിൻ്റെ ഫോൾഡറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കതൊന്ന് റൺ ചെയ്ത് നോക്കി നോക്കാം. സോ സ്കൂൾ ആപ്പ് എന്നല്ല ഫോൾഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ മാക്കിലാണ് റൺ ചെയ്യുന്നത്. എനിക്ക് വാലറ്റ് ഉണ്ടായതുകൊണ്ട് സ്കൂൾ ആപ്പ് ഡോട്ട്, ഞാൻ വാലറ്റാണ് എൻ്റെ ലോക്കൽ ഡെവലപ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. സ്കൂൾ ആപ്പ് ഡോട്ട് ടെസ്റ്റ് എന്ന് അടിച്ചു കൊടുത്താൽ എൻ്റെ ലാറവൽ റൺ ആവും. ലാറവൽ 11 അവിടെ സെറ്റ് ആയിട്ടുണ്ട്. 8.2 PHP വേർഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ലാറവലെല്ലാം റെഡിയാണ്. വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് എന്താക്കാന്ന് വെച്ചാൽ ഫിലമെൻറ്റ് എടുക്കാം. ഫിലമെൻറ്റ് എന്ന് പറയുന്നത് ഇതാണ്, ഫിലമെൻറ്റ് PHP എന്നുള്ളതാണ് സൈറ്റ്. സോ ഇതാണ് ആക്സിലറേറ്റഡ് ലാറവൽ ഡെവലപ്മെൻറ്റ് എന്നുണ്ടാണ്. ലാറവൽ ഡെവലപ്മെൻറ്റിന് ആക്സിലറേഷൻ കൊടുക്കുന്നുള്ളതാണ്. ഓക്കെ, എന്തായാലും നോക്കി നോക്കാം നമുക്ക്. സോ നേരെ നമ്മൾ ഡോക്യുമെൻറ്റേഷനിൽ പോകുന്നു, ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുന്നു. അതിൻ്റെ അകത്ത് പോയിട്ട് ഇതാ ഈ സാധനം കമ്പോസർ റിക്വയർ ഫിലമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം നമുക്കൊന്ന് കോപ്പി എടുക്കാം. ദെൻ നേരെ ഇവിടെ വന്ന് നമ്മളെ പ്രൊജക്റ്റിൻ്റെ ഉള്ളിലേക്ക് വന്നു. പ്രൊജക്റ്റിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ട് ശേഷം നമുക്ക് ജസ്റ്റ് ഇതവിടെ പേസ്റ്റ് ചെയ്യാം, ഇതൊന്ന് റൺ ചെയ്യാം. സോ ആ കമ്പോസർ ഒരു പാക്കേജ്, അത്രേ ഉള്ളൂ. ഒരു പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യുന്നു, വേറെ ഒന്നുമില്ല. ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. ലൈബ്രറി വരുന്നുണ്ട്, കണ്ടില്ലേ? ലൈബ്രറീൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. എല്ലാ സാധനങ്ങളും ഇവർ കൊണ്ടുവന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുന്നുണ്ട്. സോ അത്രയും സാധനങ്ങളൊക്കെ ചെയ്യുക. ദെൻ അതിന് ശേഷം ഒരു PHP അഡ്സൺ ഫിലമെൻറ്റ് ഇൻസ്റ്റാൾ പാനൽസ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അതായത് അഡ്മിൻ പാനലിന് വേണ്ടിയിട്ടുള്ളതാണ്. സോ നമുക്ക് ഇതും കൂടി ഒന്ന് റൺ ചെയ്യാം. PHP ആർട്ടിസൺ ഫിലമെൻറ്റ് ഇൻസ്റ്റാൾ പാനൽസ്, അതും കൂടി ഒന്ന് ചെയ്യുന്നു. അപ്പം ചോദിക്കുന്നുണ്ട് നമുക്ക് വാട്ട് ഈസ് ദ ID. അപ്പോൾ അഡ്മിൻ തന്നെ കൊടുക്കുക. നമുക്ക് അഡ്മിൻ ഏരിയ ആണല്ലോ ആക്ച്വലി വേണ്ടത്. സോ അഡ്മിൻ കൊടുക്കുന്നു. സോ അവർ കുറേ സാധനങ്ങളൊക്കെ ഇതാക്കിയിട്ട് കോപ്പി ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്യുന്നത്. സക്സസ്ഫുള്ളി പബ്ലിഷ്ഡ് അസറ്റ്സ്, കോൺഫിഗറേഷൻ ക്യാഷ് ക്ലിയർഡ്, റൂട്ട് ക്യാഷ് ഒപ്റ്റിമൈസ് ക്ലിയർ നടക്കുന്നത്. ഓൾ ഡൺ. വുഡ് യു ലൈക്ക് ടു ഷോ സം ലവ് ബൈ സ്റ്റാറിങ് ദ ഫിലമെൻറ്റ് പോയിന്റ് കിട്ടും. അപ്പോൾ സ്റ്റാർ ചെയ്യാൻ നേരമല്ല, എന്തായാലും നമുക്ക് പോവാം. നോ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും വന്നിട്ടുണ്ട്. നമുക്കിവിടെ എന്താ സ്ഥിതി, റിഫ്രഷ് ചെയ്താൽ ഒന്നുമില്ല, ഡോക്യുമെൻറ്റേഷൻ തന്നെ നോക്കാം. നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യില്ല. ദിസ് വിൽ ക്രിയേറ്റ് ആൻഡ് രജിസ്റ്റർ ന്യൂ ലാറവൽ സർവീസ് പ്രൊവൈഡർ കോൾഡ് ആപ്പ് സർവീസ് അതിൽ പ്രൊവൈഡറിൽ പുതിയൊരു പ്രൊവൈഡർ വന്നിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് കോഡിലൊന്ന് റൺ ചെയ്ത് നോക്കിയേക്കാം, VS കോഡിൽ. അപ്പോൾ ഈ VS കോഡിൽ ഞാൻ ഓപ്പൺ ഫോൾഡർ കൊടുക്കുന്നു. ഓപ്പൺ ഫോൾഡർ കൊടുത്തതിന് ശേഷം പ്രൊജക്ട്സ് എടുത്തു, സ്കൂൾ ആപ്പ് എടുക്കുന്നു. ഓക്കെ, അതിന് ഞാൻ ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇതാണപ്പം ഞാൻ ഒന്നുകൂടി ഒന്ന് സൂം ചെയ്യാം. ഇതാണപ്പം നമ്മളെ സ്കൂൾ ആപ്പ് എന്ന് പറയുന്ന പ്രൊജക്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇവർ പറഞ്ഞിരിക്കുന്ന പുതിയൊരു പ്രൊവൈഡർ വന്നിട്ടുണ്ടെന്നാണ്. കണ്ടില്ലേ? ഫിലമെൻറ്റിൻ്റെ ഉള്ളിൽ അഡ്മിൻ പാനൽ പ്രൊവൈഡർ എന്ന് പറഞ്ഞിട്ടൊരു പ്രൊവൈഡർ വന്നിട്ട് കിടപ്പുണ്ട്. നമുക്ക് ഇതിനെപ്പറ്റി പിന്നെ നോക്കാം. എന്തായാലും ഈ സാധനം ഇവിടെ വന്ന് കിടപ്പുണ്ട്. അപ്പോൾ എന്തായാലും എന്തൊക്കെയൊക്കെയോ നടക്കുന്നുണ്ട് എന്ന് മാത്രം ഇത് വിചാരിക്കാം. സോ അതിന് ശേഷം ഇഫ് യു ഗെറ്റ് ആൻ എറർ വെൽ ആക്സസിങ് യുവർ പാനൽ, ഇല്ല, അത് നമുക്ക് എററും കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും നമുക്ക് പോവാം. അപ്പം അടുത്തത് ക്രിയേറ്റ് എ യൂസർ, അതായത് ഈ അഡ്മിൻ ഒരു യൂസറിനെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ആ യൂസറിനെ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് PHP അഡിസൺ മേക്ക് ഫിലമെൻറ്റ് യൂസർ എന്നുള്ളതാണ് ഇവർ പറയുന്ന കമാൻഡ്. അപ്പോൾ ആ കമാൻഡ് റൺ ചെയ്യാൻ വേണ്ടിയിട്ടുന്നതിന് മുന്നേ നമുക്ക് എന്താക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഡാറ്റാബേസ് ഒന്ന് കോൺഫിഗർ ചെയ്യണം. അപ്പോൾ ഡാറ്റാബേസിലേക്ക് പോവുക. ENVയിലേക്ക് വരുമ്പോൾ
ഫ്രഷ് ലാറവൽ വരുന്ന സമയത്ത് SQLite ആയിരിക്കും വരിക. നമുക്കത് മാറ്റി MySQL ആക്കാം. ദെൻ ഇതിൻ്റെ MySQLൻ്റെ DB അപ്പോൾ സ്കൂൾ ആപ്പ് എന്നുള്ളൊരു DB സെറ്റ് ചെയ്യാം. ദെൻ റൂട്ട് പാസ്വേഡ് മറന്നുപോയല്ലോ, പാസ്വേഡ് ഓർമ്മയില്ല. ഒരു മിനിറ്റ്, ഞാൻ പാസ്വേഡ് ഒന്ന് എടുത്തിട്ട് വരട്ടെ. ഓക്കെ, എൻ്റെ പാസ്വേഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നേരെ നമുക്ക് എന്താക്കാം, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താക്കാം, ആദ്യം തന്നെ ഒന്ന് മൈഗ്രേറ്റ് അടിക്കാം. സോ PHP ആർട്ടിസാൻ മൈഗ്രേറ്റ് കൊടുക്കുന്നു. ദ ഡാറ്റാബേസ് സ്കൂൾ ആപ്പ് ഡസ് നോട്ട് എക്സിസ്റ്റ് ഇൻ ദ MySQL കണക്ഷൻ. വുഡ് യു ലൈക്ക് ടു ക്രിയേറ്റ്? ആയിക്കോട്ടെ, ക്രിയേറ്റ് ചെയ്തോ, ശരിയല്ല. പ്രിപ്പയറിംഗ് ഡാറ്റാബേസ്, റണ്ണിങ് മൈഗ്രേഷൻസ്, ക്രിയേറ്റ് യൂസേഴ്സ് ടേബിൾ, ക്യാഷ് ടേബിൾ, ജോബ്സ് ടേബിൾ. 3 കയറി. അത് മൈഗ്രേഷൻസിൽ ഉണ്ടോ നോക്കിയൊക്കെ. മൈഗ്രേഷൻസിൽ പോയി കഴിഞ്ഞാൽ അത് അവിടെ കിടക്കുന്നത് ഈ 3 ഉണ്ട്. ഈ 3 ഇപ്പോൾ റൺ ചെയ്ത് ബൈ ഡിഫോൾട്ട് ഫ്രഷ് ആയിട്ടുള്ള ലാറവലിൽ വരുന്ന സാധനമാണ് ഈ 3 മൈഗ്രേഷൻസ്. അത് അവിടെ ഇരിക്കട്ടെ, നമുക്ക് അതിനെ പറ്റിയിട്ട് അറിയിക്കേണ്ട കാര്യമില്ല, പോട്ടെ. ദെൻ ഇനി നമുക്ക് അടുത്ത എന്താ, PHP ആർട്ടിസൺ മേക്ക് ഫിലമെൻറ്റ് യൂസറാണ്. സോ നമുക്ക് എന്താക്കാം, ഫിലമെൻറ്റ് യൂസർ എന്ന് പറയുന്ന ഈ ഒരു കമാൻഡ് റൺ ചെയ്യാം. ഫിലമെൻറ്റ് യൂസർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ നെയിം ചോദിക്കുന്നുണ്ട്. അപ്പോൾ നെയിം എൻ്റെ പേര് നെയിം ജിഷാദ് P. ഇമെയിൽ അഡ്രസ് സോ ജിഷാദ് P369@gmail.com. പാസ്വേഡ് ഈസ് admin1234 ഓക്കെ. എൻ്റർ. സക്സസ്. ജിഷാദ് P369@gmail. നൗ may now login at http localhost admin/login പോയിട്ട് ലോഗിൻ ചെയ്യാനാണ് ഇവന്മാർ പറയുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കി വെക്കാം. ഇവിടെ എന്താണ് ഇപ്പോൾ നമുക്ക് ഇതല്ലേ നമ്മളെ റൂട്ട്. നിങ്ങൾ PHP ആർട്ടിസൺ സെർവർ അടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരിക. അപ്പോൾ നമുക്ക് /admin/login അങ്ങനെയാണ് ഇപ്പോൾ എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് നോക്കി വെക്കാം നമുക്ക്. ഇവിടെ ഒരു ലോഗിൻ പേജ് വന്ന് നടപ്പുണ്ട്, കണ്ടില്ലേ? കുഴപ്പമില്ല. ലാറവൽ എന്ന് പറയുന്നത്, ഈ ലാറവൽ എന്ന് പറയുന്നത് വരുന്ന മിക്കവാറും ENV എന്നായിരിക്കും. നമുക്ക് ഇവിടെ ENV മാറ്റി സ്കൂൾ ആപ്പ് എന്നുള്ളതാക്കാം. റിഫ്രഷ്. സ്കൂൾ ആപ്പായി ഉണ്ടല്ലോ. ആപ്പിൻ്റെ നെയിമാണ് അവിടെ വരുന്നത്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അവിടെ ടൈറ്റിലൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ല? സ്കൂൾ ആപ്പ് എന്നുള്ളത്. നമുക്ക് എന്താക്കാം, എന്തെന്ന് കൊടുത്ത് ജിഷാദ് P369@gmail.com admin123 കൊടുത്ത് എൻ്റർ ചെയ്യാം. സോ എൻ്റർ ചെയ്യുമ്പോൾ admin1234 അല്ലേ കൊടുത്തത്, 1234. സോ റിമെമ്പർ മീ ഇരിക്കട്ടെ. ലോഗിൻ. ഓക്കെ, ഇതാണ് ഫിലമെൻറ്റിൻ്റെ ഉള്ളിലുള്ള ഡാഷ്ബോർഡിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇത്രയാണ് സംഭവം. ഒന്നുമില്ല, ഇതിൻ്റെ അകത്ത് ജസ്റ്റ് ഒരു ഡാഷ്ബോർഡിൻ്റെ സാധനമുണ്ട്. ഡാഷ്ബോർഡ് പിന്നെ ഫിലമെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സൈൻ ഔട്ട് ഉണ്ട്. സൈൻ ഔട്ട് ക്ലിക്ക് ചെയ്താൽ എന്താവും? ഓക്കെ, പുറത്ത് പോയി. അപ്പോൾ ഇനിയിപ്പോൾ ഒന്നുകൂടി ലോഗിൻ ചെയ്യണമല്ലോ. ഒന്നുകൂടി ലോഗിൻ ചെയ്യാം. admin123 കൊടുത്തു. ഓക്കെ, ഇത്രയാണ് സാധനങ്ങൾ. ഇതാണ് സെറ്റപ്പ് എന്ന് പറയുന്ന സംഭവം. ഇത്ര തന്നെ ഉള്ളൂ. വലിയ ഇതൊന്നുമില്ല, ചൊറയൊന്നുമില്ല ഇതിൻ്റെ അകത്തൊന്നും. വലിയ ചൊറ ഇല്ല അപ്പോൾ നമുക്ക് എന്താക്കാം, ഒരു സ്റ്റുഡൻസിൻ്റെ ടേബിൾ ഒരു മൈഗ്രേഷൻ വെച്ചിട്ട് സ്റ്റുഡൻസിന് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് എന്താ, PHP ആർട്ടിസൺ മേക്ക് മൈഗ്രേഷൻ ക്രിയേറ്റ് സ്റ്റുഡൻസ് ടേബിൾ ക്രിയേറ്റ് വെയിറ്റ് ചെയ്യേ. മൈഗ്രേഷൻ വേണ്ട, നമുക്ക് ഇങ്ങനെ ഒരു വഴിയിട്ട് മോഡൽ -m സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന മോഡലിനെ ക്രിയേറ്റ് ചെയ്യുക വിത്ത് മൈഗ്രേഷൻ. അങ്ങനെ നോക്കിയാൽ അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ നമുക്കൊന്ന് എൻ്റർ അടിക്കാം. സോ മോഡൽ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന മോഡൽ ക്രിയേറ്റായി, മൈഗ്രേഷൻ ക്രിയേറ്റ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ക്രിയേറ്റായി. ഓക്കെ, അപ്പോൾ നമുക്ക് മോഡലിൽ പോയി നോക്കാം. അവിടെ വന്ന് കിടപ്പുണ്ട്, സ്റ്റുഡൻറ്റിൻ്റെ മോഡലിൽ വന്ന് കിടപ്പുണ്ട്. ഇനിയിപ്പോൾ നേരെ മൈഗ്രേഷൻസിൽ പോയി നോക്കാം. ഡാറ്റാബേസിലെ മൈഗ്രേഷൻസിൽ സ്റ്റുഡൻസ് ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റുഡൻസിൽ നമുക്ക് ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം ഇടാം. മെല്ലെ അതിലേക്ക് അപ്ഡേറ്റ് ചെയ്തിട്ട് പോവാം കാര്യങ്ങൾ. സോ ടേബിൾ നമുക്ക് ഫസ്റ്റ് നെയിം സ്ട്രിങ് ഫസ്റ്റ് നെയിം, ദെൻ ലാസ്റ്റ് നെയിം, ദെൻ അടുത്തത് DOB അല്ല ഡേറ്റ് DOB. അത് കഴിഞ്ഞ് എന്താ ഇപ്പോൾ കൊടുക്കുക, ടേബിൾ മൊബൈൽ കൊടുക്കാം. സ്ട്രിങ് ഓഫ് 15 മൊബൈൽ 14 നല്ലപോലെ ചിലപ്പോൾ ഇല്ലാത്ത ആൾക്കാരും ഉണ്ടാവും. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ എന്ത് കൊടുക്കും, പിന്നെ മൊബൈൽ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് എന്താക്കാം, ലൈക്ക് ഇമെയിൽ കൊടുക്കാം. ഇമെയിൽ ഒരു 100 നല്ലപോലെ. ഓക്കെ, ഇത്രയും സാധനം വെച്ചിട്ട് നമുക്കൊരു സ്റ്റുഡൻസിൻ്റെ മൈഗ്രേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. നമുക്കൊന്ന് മൈഗ്രേറ്റ് ചെയ്യാം. PHP ആർട്ടിസൺ മൈഗ്രേറ്റ് സ്റ്റുഡൻസിൻ്റെ ടേബിൾ മൈഗ്രേറ്റ് ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ PHP അഡ്മിനിലൊന്നും പോയി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല.
ഇനിയിപ്പോൾ നമുക്ക് എന്താക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇതിലിവിടെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ നോക്കാം. ഇല്ല, ഇവിടെ ഒന്നും അനക്കം വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ കുഴപ്പമില്ല. നമുക്ക് ഫിലമെൻറ്റിനോട് നോക്കാം. ഫിലമെൻ്റ് ഇവിടെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾ വേണം വായിച്ച് വയ്ക്കുക. വലിയ പ്രത്യേകിച്ച് കാര്യങ്ങളും പ്രശ്നങ്ങളൊന്നുമില്ല ഇതിൽ. ഇനിയിപ്പോൾ നമുക്ക് ഈ സാധനം നമ്മളുടെ ഇപ്പോൾ ഒരു ഇതിട്ടുണ്ടല്ലോ, അതായത് ഈ ഫിലമെൻറ്റിൽ നമ്മളിപ്പോൾ ഒരു മൈഗ്രേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു സ്റ്റുഡൻസിൻ്റെ എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്റ്റുഡൻസിൻ്റെ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ അകത്തേക്ക് ഫിലമെൻറ്റിൻ്റെ അഡ്മിനിലേക്ക് എങ്ങനെ വരുത്താം എന്നുള്ളതിനെ പറ്റിയിട്ട് നോക്കാം. അതിനാണ് റിസോഴ്സ് എന്ന് പറയുന്ന സാധനം ഉള്ളത്, ഫിലമെൻറ്റിൻ്റെ റിസോഴ്സ് എന്ന് പറയുന്ന സാധനം. അപ്പോൾ നമുക്ക് എന്താക്കാം, ടേബിൾ ബിൽഡർ എടുത്തതിൻ്റെ ശേഷം ഇതിൻ്റെ അകത്ത് നോക്കട്ടെ, ഒരു മിനിറ്റ്. ഫിലമെൻറ്റ് റിസോഴ്സ് എന്നുള്ളതാണ് കാണിച്ചിട്ട് ഡോക്യുമെൻറ്റേഷനിൽ എവിടെയാണ് അതുള്ളത് എന്നുള്ളത് കാണിച്ചിട്ട് ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് ഇതല്ലേ. PHP ആഡിസൺ മേക്ക് ഫിലമെൻറ്റ് റിസോഴ്സ്, ഇതാണ് കമാൻഡ് കേട്ടോ. PHP ആഡിസൺ മേക്ക് ഫിലമെൻറ്റ് റിസോഴ്സ് കസ്റ്റമർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ കേസിൽ ഇതെന്താണ്, ഇത് നേരെ കോപ്പി എടുക്കുക. ഇവിടെ വരുന്ന സമയത്ത് ഇത് സ്റ്റുഡൻ്റാണ്, ഇത് നമ്മളത് സ്റ്റുഡൻറ്റ് ഇതാണല്ലോ. അത് നമ്മൾ ആ ലാറവൽ ഫോളോ ചെയ്യുന്ന ആ നെയിമിംഗ് കൺവേർഷൻ ഉണ്ടല്ലോ, അത് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇതിൻ്റെ അകത്ത്. അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് എൻ്റെ പഴയ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, എങ്ങനെയാണ് അത് സാധനങ്ങളൊക്കെ തന്നെ. അപ്പോൾ നമുക്ക് എന്താക്കാം, ഇത് ജസ്റ്റ് PHP ആഡിസൺ മേക്ക് ഫിലമെൻറ്റ് റിസോഴ്സ് സ്റ്റുഡൻറ്റ് എന്നുള്ള ലെവലിൽ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഫിലമെൻറ്റ് റിസോഴ്സ് സ്റ്റുഡൻറ്റ് റിസോഴ്സ് ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി ആയിക്കോട്ടെ. ശരി, സ്റ്റുഡൻറ്റ് റിസോഴ്സ് ക്രിയേറ്റ് ആയി എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഇവിടെ എന്താ സ്ഥിതി ആണ്ടിരിക്കുന്നത്, സ്റ്റുഡൻസ് എന്ന് പറയുന്ന സാധനം പുതുതായിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് എടുത്ത് നോക്കിയേക്കാം. കൊള്ളാലോ, സ്റ്റുഡൻസിൻ്റെ ടേബിൾ വന്നിട്ടുണ്ട്. നോ സ്റ്റുഡൻസ് ആണ്, ടേബിളിൽ ഡാറ്റ ഒന്നുമില്ല. ന്യൂ സ്റ്റുഡൻറ്റ് എന്താ സ്ഥിതി, ഇവിടെയൊന്നും കാണിക്കുന്നുമില്ല. ഓക്കെ, ഇനിയാണ് നമ്മൾ ഫിലമെൻറ്റിൻ്റെ അകത്തുള്ള കളി വരുന്നത്. ഫിലമെൻറ്റിൻ്റെ കളി എന്ന് പറയുന്നത് സംഭവം. ഇനി നമുക്ക് ടെർമിനലൊന്നും വേണ്ട, ഇനി നമ്മൾ നേരെ ഇവിടെ പോവാം. ഇവിടെ ഫിലമെൻറ്റ് ഇപ്പോൾ നമ്മൾ ഈ റിസോഴ്സ് ക്രിയേറ്റ് ചെയ്ത സമയത്ത് ഇവിടെ കണ്ട ഒരു ഫിലമെൻറ്റ് ആപ്പിൻ്റെ ഉള്ളിൽ, ഫിലമെൻറ്റിൻ്റെ ഉള്ളിൽ, റിസോഴ്സസിൻ്റെ ഉള്ളിൽ ഒരു സ്റ്റുഡൻറ്റ് റിസോഴ്സ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. സ്റ്റുഡൻറ്റ് റിസോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു PHP ഫയലും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ അകത്ത് കുറേ ഫംഗ്ഷൻസ് കാര്യങ്ങളും ഉണ്ട്, പബ്ലിക് പ്രൊട്ടക്റ്റഡ് വേരിയബിൾസ് ഉണ്ട്, അങ്ങനത്തെ. ഇതിൻ്റെ അകത്ത് മെയിനായിട്ടുള്ള രണ്ട് സാധനമാണല്ലോ, ഒന്ന് ഫോം, ഒന്ന് ടേബിൾ. ഈ രണ്ട് ഫംഗ്ഷൻസ് ആണ് മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് എങ്ങനെയാണെന്നുള്ള ഞാൻ പറഞ്ഞുതരാം കാര്യങ്ങളല്ല. അപ്പോൾ നേരെ എന്താക്കുക, ഈ ഫോമിലേക്ക് പോവുക. ഫോം ഉണ്ട്. അതേപോലെ ഇവിടെ സ്റ്റുഡൻറ്റിൻ്റെ റിസോഴ്സിൻ്റെ അകത്ത് പേജസിൻ്റെ ഉള്ളിൽ സ്റ്റുഡൻറ്റ് ക്രിയേറ്റ് സ്റ്റുഡൻ്റ് ഉണ്ട്, എഡിറ്റ് സ്റ്റുഡൻ്റ് ഉണ്ട്, ലിസ്റ്റ് സ്റ്റുഡൻ്റ് ഉണ്ട്. അപ്പോൾ ആ ലിസ്റ്റ് സ്റ്റുഡൻറ്റിൻ്റെ കാര്യങ്ങൾ ഈ 3 പേജസാണ് മെയിൻ ആയിട്ടുള്ളത്. അതെങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്കിങ്ങനെ ചെയ്ത് നോക്കിയിട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെ ലിസ്റ്റ് ചെയ്യുന്ന സ്ഥലമാണുള്ളത്. ഇവിടെ ഇപ്പോൾ ഡാറ്റ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ആദ്യം എന്താക്കുക, ന്യൂ സ്റ്റുഡൻറ്റ് ക്ലിക്ക് ചെയ്ത് നോക്കാം. ന്യൂ സ്റ്റുഡൻറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഫോം കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ആ ഫോം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്താക്കാം, ആദ്യം ആ ഫോമിനെ ഇതാക്കാം. അപ്പോൾ ബിൽഡ് ചെയ്യാൻ വേണ്ടി നമുക്കൊന്ന് ഡോക്യുമെൻറ്റേഷനിൽ പോകാം. ഫോം ബിൽഡർ എന്ന് പറഞ്ഞിട്ട് സംഭവമുണ്ട്. അപ്പോൾ നമുക്ക് ടോട്ടൽ എത്ര കോളംസ് ആണുള്ളത് ഇതിൻ്റെ അകത്ത്. നമ്മൾ ഇപ്പോൾ അതൊക്കെ സ്റ്റുഡൻസിൻ്റെ മൈഗ്രേഷൻ ഒന്ന് എടുത്ത് നോക്കിയൊക്കെ നമുക്കിപ്പോൾ ഡാറ്റാബേസ് മൈഗ്രേഷൻസ് സ്റ്റുഡൻസ് ഇതിൻ്റെ അകത്ത് എത്രയാണ്, 1 2 3 4 5 കോളംസാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഓക്കെ, ആ 5 കോളംസ് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വരുന്ന തരത്തിലൊക്കെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മളിപ്പോൾ ഇൻപുട്ട് ഫീൽഡ് ഇടണമെന്നുണ്ട്, നമ്മൾ ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റ് എന്നൊക്കെ പറഞ്ഞില്ല. അപ്പോൾ ഫിലമെൻറ്റിൽ അത് എഴുതുന്ന സമയത്ത് ഫിലമെൻറ്റിൻ്റെതായ കുറച്ച് സിൻടാക്സുകളുണ്ട്. അതായത് അത് നിങ്ങൾ പഠിക്കുക തന്നെ വേണം. അതെങ്ങനെയാണെന്നുള്ളത് ഇതാ ജസ്റ്റ് ഞാൻ കാണിക്കാം. ഇപ്പോൾ ടെക്സ്റ്റ് ഫീൽഡ് ഇതിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറേ സാധനങ്ങളുണ്ട്. ടെക്സ്റ്റ് സെലക്ട്, ചെക്ക് ബോക്സ്, ടോഗിൾ, ചെക്ക് ബോക്സ്, ലിസ്റ്റ്, റേഡിയോ, ഡേറ്റ് പിക്കർ, അങ്ങനത്തെ പറഞ്ഞിട്ട് കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ നേരെ നമുക്ക് തൽക്കാലത്ത് പിന്നെ ടെക്സ്റ്റ് മതിയല്ലോ. ടെക്സ്റ്റ് ഇൻപുട്ട് എന്ന് പറയുന്നത് ഇതുപോലത്തെ താഴെ പ്രിവ്യൂ ഉണ്ടല്ലോ, ഇതുപോലുള്ള ഒരു ടെക്സ്റ്റ് ഇൻപുട്ട് വരുത്താൻ വേണ്ടിയിട്ട് ഈ സാധനം കോപ്പി എടുക്കുക. ടെക്സ്റ്റ് ഇൻപുട്ട് മേക്ക് നെയിം. അപ്പോൾ നമുക്ക് എന്താക്കാം, അതൊന്ന് അവിടെ ഇട്ട് വെക്കാം. അത് എവിടെയാണ് ഇടേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റുഡൻറ്റ് റിസോഴ്സസ് എന്ന് പറയുന്ന ഫോം, ആ സ്റ്റുഡൻറ്റ് റിസോഴ്സസിൻ്റെ അകത്ത് ഫോം എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടാവും. ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ സ്കീമ എന്ന് പറയുന്നതിൻ്റെ ഉള്ളിൽ ഇവരിവിടെ കമൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടല്ലേ, ഈ സ്കീമേൻ്റെ ഉള്ളിൽ ടെക്സ്റ്റ് ഇൻപുട്ട് എന്ന് പറയുന്ന സാധനം അത് ഇതാക്കുക. ദെൻ മേക്ക് പേര് എന്താണ് മേക്ക് ചെയ്യേണ്ടത്, നമ്മളെ കോളത്തിൻ്റെ നെയിം എന്താ കൊടുത്തത്, നമ്മൾ ഫസ്റ്റ് നെയിം എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും സെറ്റ് ചെയ്താൽ കഴിഞ്ഞ പണി, വേറെ ഒന്നും ചെയ്യാനില്ല. പോവുക, ഇവിടെ വന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. ഇതാ വന്ന് ഫസ്റ്റ് നെയിം എന്ന് പറയുന്ന സാധനം ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ലാസ്റ്റ് നെയിം വരുത്തണോ നോക്കാം. ലാസ്റ്റ് നെയിം വരുത്താൻ വേണ്ടിയിട്ട് കോമ ഇടുക, ദെൻ ലാസ്റ്റ് നെയിം വരുത്തുക, റിഫ്രഷ്, ലാസ്റ്റ് നെയിം വന്നു. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത എന്താ ഇതുള്ളത്, ഇതിൻ്റെ അകത്ത് DOB ആണുള്ളത്. DOB ആകുന്ന സമയത്ത് നമുക്ക് എന്താവും, ടെക്സ്റ്റ് ഇൻപുട്ട് ഇട്ട് നോക്കാം എന്താ സ്ഥിതി എന്നുള്ളത് കാണാം. ഡേറ്റ് എന്ന് പറയുന്ന കോളത്തിന് വേണ്ടിയിട്ട് ഇതിട്ട് വെച്ചിട്ടുണ്ട്. ഡേറ്റിൻ്റെ ഇത് വന്നു, ഡേറ്റ് പിക്കറും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഡേറ്റ് പിക്കർ ആയാൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കി നോക്കാം. ഇതിൻ്റെ അകത്ത് ഡേറ്റ് ടൈം പിക്കർ എന്ന് പറഞ്ഞിട്ടൊരു സാധനം കിടപ്പുണ്ട്, അതൊന്ന് എടുക്കുക. അതിൻ്റെ അകത്ത് ഡേറ്റ് ടൈം പിക്കറിൽ ഡേറ്റ് പിക്കർ എന്ന് പറഞ്ഞിട്ടൊരു സാധനം കണ്ടാവും. ഡേറ്റ് പിക്കർ മേക്ക് ഡേറ്റ് ഓഫ് ബർത്ത് എന്നുള്ള. അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ഇൻപുട്ട് മാറ്റി ഡേറ്റ് പിക്കർ ആക്കുക. ജസ്റ്റ് ഒന്ന് മുകളിൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. നെയിം സ്പേസ് ഒന്ന് മുകളിലൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഡേറ്റ് വന്നിട്ടുണ്ട് നോക്കുക. റിഫ്രഷ് ചെയ്തിട്ട് ഇവിടെ എന്താ സ്ഥിതി, ഇവിടെ വന്നിട്ടുണ്ട്. ഡേറ്റ് പിക്കർ വന്നിട്ടുണ്ടോ, ഷെയറാണല്ലോ. ബൂട്ട്സ്ട്രാപ്പിൻ്റെ ഡേറ്റ് പിക്കർ ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഫ്ലാറ്റ് പിക്കർ എന്ന് പറഞ്ഞിട്ട് സാധനമാണ് ഞാൻ പേഴ്സണലി സജസ്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് ഫ്ലാറ്റ് പിക്കർ എന്ന് പറഞ്ഞിട്ട്. അതിന് ആക്ച്വലി ഇതിൻ്റെ പ്ലഗിൻ ഉണ്ട്. അതായത് നല്ലൊരു സാധനമാണിത്. ഞാൻ കുറച്ചുകൂടി നല്ല ഇതിൽ കാണിച്ചുതരാം. പ്ലഗിൻസിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലാറ്റ് പിക്കർ ഇവിടെ
ഇവിടെ സെർച്ച് ചെയ്ത ഫ്ലാറ്റ് പിക്കർ എന്ന് പറഞ്ഞിട്ട് സാധനം. ഈ ഫ്ലാറ്റ് പിക്കർ എന്ന് പറയുന്നത് ഇത് നല്ലൊരു ഡേറ്റ് പിക്കറിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്, എൻ്റെ പ്രൊജക്ട്സിൽ കംപ്ലീറ്റ്ലി യൂസ് ചെയ്യുന്ന സാധനമാണ് കേട്ടോ. ഫ്ലാറ്റ് പിക്കർ നല്ല സാധനമാണ്, നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കി നോക്ക്. നല്ല വൃത്തിയാണ് അത് കാണാൻ. അത് അതിൻ്റെ വ്യൂ കാണിച്ചു തരാൻ പറ്റുമെന്ന് ഞാൻ നോക്കി നോക്കാം. അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഡേറ്റ് വന്നു. ഇനിയിപ്പോൾ എന്താ ഉള്ളത് അടുത്തത് നമുക്ക് കോളംസ്. ഇതിൻ്റെ അകത്തുള്ളത് ഇമെയിലും ഇമെയിലും. അപ്പോൾ അതിന് നമുക്ക് ടെക്സ്റ്റ് ഇൻപുട്ട് മതി. ടെക്സ്റ്റ് ഇൻപുട്ടിൻ്റെ നേരെ ഇവിടെ വെച്ചു ഇമെയിൽ, ദെൻ ഒരു ടെക്സ്റ്റ് ഇൻപുട്ടും കൂടി മൊബൈൽ എന്ന് പറയുന്നത്. സോ ആ മൊബൈൽ എന്ന് പറയുന്നത് ഇതും നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യും. ഓക്കെ, റിഫ്രഷ് ചെയ്യുന്നു. ഇമെയിൽ വന്നു, മൊബൈൽ വന്നു. ഓക്കെ, ഇനി ഇമെയിൽ ഫീൽഡിന് എന്തെങ്കിലും എക്സ്ട്രാ സാധനം ഉണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. ടെക്സ്റ്റ് ഇൻപുട്ടിൽ ഇമെയിൽ ആണെന്നുണ്ടെങ്കിൽ ഇതണ്ട. ഓക്കെ, ഇവിടെ സാധാ ടെക്സ്റ്റ് ഇൻപുട്ട് നമ്മൾ ഇട്ടു. അതിന് നോക്കിയാൽ ഇമെയിൽ ആണെന്നുണ്ടെങ്കിൽ ഇമെയിൽ എന്ന് വിളിച്ചു കൊടുത്താൽ ഇമെയിലിൻ്റെ വാലിഡേഷൻ ഇത് താഴെ കയറിക്കോളും. അതായത് നമ്മളിതിങ്ങനെ ചേഞ്ച് ചെയ്തിട്ട്, നമ്മൾ ലാർവൽ ചെയ്യുന്നില്ല, അതേപോലെ തന്നെ ചേഞ്ച് ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിഫ്രഷ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഇവിടെ ഇതിങ്ങനെ ഇട്ട് വെച്ചോ. ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ HTML5 ആ വാലിഡേഷൻ കറക്റ്റായിട്ടായിരിക്കും ഇമെയിൽ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മളത് ഇമെയിലിൽ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. ഇനിയിപ്പോൾ ലാർവലിൻ്റെ ആവശ്യമില്ല. ഇനിയിപ്പോൾ ന്യൂമറിക് ആണെന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നമ്പറിൻ്റെ ഇതില്ലേ, ഇത് നമുക്ക് ന്യൂമറിക് ആണല്ലോ വേണ്ടത്. അപ്പോൾ ന്യൂമറിക് ആണെന്നുണ്ടെങ്കിൽ റിഫ്രഷ് ചെയ്യുക. ദെൻ ഇവിടെ നമ്മൾ ഞാൻ ഇപ്പോൾ കണ്ടല്ലോ കീബോർഡ് ടൈപ്പ് ചെയ്യുക, എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഇതിൻ്റെ അകത്ത് ഇത് രണ്ടെണ്ണം അടുപ്പിച്ച് വന്നുകൊണ്ടാണ് ഈ അവിടെ കയറി വന്നത്. എന്നാലും അത് പ്രിവെൻറ്റ് ചെയ്യും. നമ്പേഴ്സ് അടിക്കുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് വരുന്നുണ്ട് എന്നുള്ള കാര്യം. പിന്നെ അതേപോലെ ഉണ്ട് ഇൻറ്റിജർ ആണെന്നുണ്ടെങ്കിൽ ഇൻറ്റിജർ, പാസ്വേഡ് ഫീൽഡിനാണെന്നുണ്ടെങ്കിൽ, പിന്നെ അങ്ങനെ കുറേ സാധനങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. നമുക്കതൊക്കെ കവർ ചെയ്യാം. ജസ്റ്റ് ഞാൻ പെട്ടെന്ന് കാണിച്ച് പോകാമെന്നുള്ളൂ. അപ്പോൾ ഇത് ഇത്രയും ചെയ്തു. ഇനിയിപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ അകത്ത് നോക്കാം. നമുക്ക് അഖിൽ വാസുദേവ് എന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ ആഡ് ചെയ്യാം. ഏതാണാവോ അവൻ? 2001 ജൂലൈ 10 കേൾക്കട്ടെ. ഇമെയിൽ akhil@gmail.com നോട്ടൊക്കെ. അതായത് 9846632234. സോ ഞാൻ ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ എറർ വന്നല്ലോ പഠിച്ചോനെ. ആഡ് ഫസ്റ്റ് നെയിം ടു ബി ഇത് നമ്മളെ മറ്റേ, അതായത് ഇതിൻ്റെ മോഡലിൽ ഒരു ചെറിയൊരു സാധനം എഴുതി വെക്കാനുണ്ട്. അതായത് നമ്മൾ ടേബിളിൽ മാസ് അസൈൻമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സാധനം ഇടൂലേ, എന്താണത് ഓർമ്മയുണ്ടോ? പ്രൊട്ടക്റ്റഡ് $, ഫില്ലബിൾ എന്നിടാം. ഫില്ലബിൾ എന്ന് വേണ്ട, തൽക്കാലം നമുക്ക് ഗാർഡഡ് ഇടാം. ഗാർഡഡ് ഈക്വൽ ടു ബ്ലാങ്ക് ഇടാം. ഇതിട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാ ഡാറ്റാസിലേക്ക് നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ അത് പോയോ? ഇല്ല, ബാക്കിൻ്റെ കൂടെ ഉണ്ട്. ക്രിയേറ്റ് കോളം നോട്ട് ഫൗണ്ട് അൺനോൺ കോളം ഡേറ്റ് ഇൻ ദ ഫീൽഡ് ലിസ്റ്റ്. ഡേറ്റ് ഇൻ ദ ഫീൽഡ് ലിസ്റ്റോ? അപ്പോൾ ഡേറ്റ് നല്ല കോളത്തിൻ്റെ പേരുള്ളത് DOB എന്നാണ്. ഇവിടെ ഡേറ്റ് എഴുതി വെച്ചിട്ടുണ്ടാവും. കണ്ടോ, ഇവിടെ ഡേറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. എറർ വരുമ്പോഴെല്ലാം പഠിക്കുക. സോ ക്രിയേറ്റ്. അടുത്തത് ഇൻറ്റഗ്രിറ്റി കൺസ്റ്റന്റ് വാല്യൂസും കനോട്ട് ബി നള്ള്. കോളം DOB കനോട്ട് ബി നള്ള്. കണക്ഷൻ ഇൻസെർട്ട് ഇൻ ടു DOB വാസുദേവ്. നമ്മൾ ഡേറ്റ് പിക്കറിൻ്റെ വാല്യൂ ഇവിടെ വന്നിട്ടില്ലല്ലോ. അഖിൽ വാസുദേവ് 922 വൈ ഇത് റീഫ്രഷ് ചെയ്യണം. ഞാനിപ്പോൾ അവിടെ പേര് മാറ്റിയില്ലേ. ഇനിയിപ്പോൾ ഒന്നുകൂടി അഖിൽ വാസുദേവ് ഡേറ്റ് പിക്കർ ലൈക്ക് ഫെബ്രുവരി 20. ഇമെയിൽ akhil@gmail.com 98461466 ഓക്കെ. ക്രിയേറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. നമുക്കൊന്ന് നോക്കി നോക്കാം. ഇവിടെ നോ റിസൾട്ട്സ് മാറിയിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഡാറ്റ ഒന്നും കാണുന്നില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ടേബിളിൽ ഇനി അത് ലിസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ആ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ടേബിൾ ബിൽഡർ എന്ന് പറഞ്ഞിട്ട് സാധനമുണ്ട്. ഈ ടേബിൾ ബിൽഡറിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടെക്സ്റ്റ് കോളം പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം കാണിക്കുന്നുണ്ട്. അപ്പോൾ ടെക്സ്റ്റ് കോളം കാണിക്കാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റ് കോളം എന്ന് പറയുന്ന സാധനം ഇതാണ് ടെക്സ്റ്റ് കോളം. മറ്റേത് ടെക്സ്റ്റ് ഇൻപുട്ട് ആയിരുന്നു, അത് ഫോമിൻ്റെ അകത്താണ് നമ്മൾ ചെയ്തത്. ഇനി നേരെ എന്താക്കുകയെന്ന് അറിയാം, ടേബിൾ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. ആ ടേബിളിൻ്റെ ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമുക്ക് എന്താക്കാം, ടെക്സ്റ്റ് കോളം ദെൻ മേക്ക് ഫസ്റ്റ് നെയിം എന്നുള്ള ലെവലിൽ ഇതിനങ്ങ് വിളിച്ചു കൊടുക്കുക. റീഫ്രഷ് ചെയ്തിട്ട് നമുക്കൊന്ന് പോയി നോക്കാം. കണ്ടോ, അഖിൽ ഇവിടെ വന്നു. ദെൻ അതേപോലെ തന്നെ അടുത്തത് അവൻ്റെ DOB ഇവിടെ വരുത്താം. നെക്സ്റ്റ് റീഫ്രഷ്, ഡേറ്റ് ഓഫ് ബർത്ത് വന്നു. ദെൻ അവൻ്റെ മൊബൈൽ നമ്പറും കൂടി നമുക്കൊന്ന് വരുത്താം. മൊബൈൽ നമ്പറും കൂടി വരുത്തി റിഫ്രഷ് ചെയ്യുന്നു. ഓക്കെ, ഇത്രയും മതി, ധാരാളം. ഇത് മാത്രം മതി. ജസ്റ്റ് നിങ്ങൾക്ക് സംഭവം മനസ്സിലായി കിട്ടിയാൽ മാത്രം മതിയല്ലോ. ഇനി അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇത് കണ്ടില്ല, ഈ DOB എന്ന് പറയുന്ന സാധനത്തിന് കണ്ടില്ല, ഇത് ഓട്ടോമാറ്റിക്കലി ക്യാപിറ്റലിൽ നിന്ന് ഏതിലെ കേസിലേക്ക് സെൻറ്റൻസ് കേസിലേക്ക് മാറും. അപ്പോൾ നിങ്ങൾക്ക് ഈ DOB ഫുള്ള് ക്യാപിറ്റൽ വേണമെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ DOB ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ലേബൽ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതി കൊടുക്കാൻ പറ്റും. ലേബൽ DOB
എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതി കൊടുത്താൽ കുറച്ചുകൂടി വൃത്തിയായിരിക്കും അത് കാണാൻ അല്ല DOB. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കോളത്തിനും ലേബൽ ഡിഫൈൻ ചെയ്യാം. കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ പണി. അതായത് നിങ്ങളൊരു ത്രെഡ് കംപ്ലീറ്റ്ലി ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നോക്കിയാൽ ഇതിൻ്റെ അകത്ത് പോയി എഡിറ്റ് ക്ലിക്ക് ചെയ്ത് അഖിൽ വർമ്മ സേവ്. അപ്പോൾ സേവ് ചെയ്യുമ്പോൾ ഈ പേജിൽ തന്നെയാണ് വരുന്നത്. അത് നമുക്ക് ഞാൻ റീഡയറക്റ്റ് ചെയ്യുന്നതും ഇത് ചെയ്യുന്നതൊക്കെ കാണിച്ചു തരാം. അതുണ്ട് അഖിൽ വർമ്മ എന്ന് പറയുന്ന ഈ പേജിലേക്ക് ഇത് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. നമുക്കിനിയിപ്പോൾ ഡേറ്റ് ഒന്ന് മാറ്റി വെക്കാം. 23 സേവ് ചേഞ്ചസ് റിഫ്രഷ് 23 വന്നിട്ടുണ്ട്. മൊബൈൽ നമ്പർ. ഇനിയിപ്പോൾ ഉള്ളത് ഡിലീറ്റ് എന്ന് പറയുന്ന സാധനം ഇവിടെയുള്ളത്. അപ്പോൾ ഡിലീറ്റിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഡിലീറ്റ് സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന സാധനമുണ്ട്. ഓക്കെ, കൺഫേം ചെയ്യുന്നു, ക്യാൻസൽ ചെയ്യുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാം. ദെൻ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് വന്നു, ന്യൂ സ്റ്റുഡൻറ്റിലേക്ക് പോയി ഇവിടെ ന്യൂ സ്റ്റുഡൻറ്റ് ആഡ് ചെയ്യുന്നു. ദെൻ അതേപോലെ ക്രിയേറ്റ് ആൻഡ് ക്രിയേറ്റ് അനദർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് ഫസ്റ്റ് ടൈം കാരണം ഇത് നമുക്ക് ഇതിൻ്റെ അകത്ത് ഡാറ്റ ഇല്ലാത്തതുകൊണ്ടാണ്. വാലിഡേഷനൊക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ കാണിച്ചു തരട്ടെ ഇതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ അതായത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ക്രിയേറ്റിന് പകരം ഈ ഫോമിൽ തന്നെ ഡാറ്റ ഫില്ലായിട്ട് ഫോം റീസെറ്റ് ആയിട്ട് വന്ന് കിടക്കുന്ന ഒരു സംഭവം. അപ്പോൾ അതിനനുസരിച്ച് ആ ഒരു ലെവലിൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കിപ്പോൾ ജസ്റ്റ് ഒരു ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു CRUD ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് ഇത്രയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് ഇത് കാര്യങ്ങൾ കറക്റ്റായിട്ട് എങ്ങനെയാണ് വർക്കാകുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത്രേ ചെയ്യാനുള്ളൂ, വേറെ ഒന്നുമില്ല. ഇപ്പോൾ ആ സ്റ്റുഡൻസ് ഇതേപോലെ എത്ര ടേബിളുണ്ടോ അത്ര ടേബിളിന് നേരെ റിസോഴ്സ് ക്രിയേറ്റ് ചെയ്യുക, ഇവിടെ വരിക, അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ബേസിക് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം നമുക്ക് ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാം. അടുത്ത വീഡിയോ വരുന്നവരെ എന്തായാലും വെയിറ്റ് ചെയ്തിരിക്കും. മാക്സിമം ഇന്ന് തന്നെ ഇടാൻ വേണ്ടി നോക്കുക. നെക്സ്റ്റ് ഡേ തന്നെ ഇടാൻ വേണ്ടി നോക്കാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോക്കുക. ഓക്കെ, ബാക്കി ബൈ.